ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എലോഹീം ലൈവ് മീഡിയയിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനം ചൊല്ലുന്നു. വീണ്ടും നിങ്ങളോടൊപ്പമായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് പത്രോസിൻ്റെ വീഴ്ചയുടെ പടികളെക്കുറിച്ചാണ്. പത്രോസ് എന്നത് നമുക്കറിയാം, അദ്ദേഹത്തിന് 3 പേരുകളാണ് ഉള്ളത്. ഒന്ന് ശീമോൻ, ശീമോൻ എന്ന പത്രോസ് എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. യേശു കർത്താവ് അവനെ വിളിച്ചത് കേഫ എന്നാണ്. കേഫ എന്ന വാക്കിനടുത്ത് പാറ കഷണമെന്നാണ്. മാത്രമല്ല, പത്രോസ്, ശീമോൻ, കേഫ, ഈ 3 പേരുകളാൽ പത്രോസ് അറിയപ്പെട്ടിരുന്നു. മാത്രമല്ല, 12 അപ്പോസ്തലന്മാർ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ ഒന്നാമതായിട്ട് തിരഞ്ഞെടുത്തത് ഈ ശീമോൻ പത്രോസിനെയാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്, ഒന്നാമൻ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ. അപ്പോൾ ഈ പത്രോസിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നു പോയ ചില അവസ്ഥകളെക്കുറിച്ച് ഞാൻ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലന്മാരിൽ ഒന്നാമനാണ് പത്രോസ്. പക്ഷേ ആ പത്രോസ് തൻ്റെ ജീവിതത്തിൽ വന്നു പോയതായ ബലഹീനതകൾ ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതിന് അവർ പറഞ്ഞ മറുപടി ഇതാണ്: ചിലർ പറയുന്നു ഏലിയാവാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു ഇരമ്യാവാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്ന് പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ അവർ മറുപടിയായിട്ട് പറയുകയാണ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചത് കൊണ്ട് ഏലിയാവിൻ്റെ കാലത്ത് വിധവയുടെ വീട്ടിൽ ഇല്ലായ്മയിൽ നിന്ന് മാവ് വർദ്ധിപ്പിച്ചപ്പോൾ അത് യേശുവിനെ കണ്ടിട്ട് അവർ പറഞ്ഞത് ഇത് ഏലിയാവാണെന്നാണ് ചിലർ പറഞ്ഞത്. ചിലർ പറഞ്ഞത് ഇരമ്യാവാണെന്ന്. എന്താ ഇരമ്യാവെന്ന് പറയാൻ കാരണം? യേശു കർത്താവ് യെരുശലേമിനെ നോക്കി കരഞ്ഞു. യേശു 3 പ്രാവശ്യം കരഞ്ഞതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. യെരുശലേമിനെ നോക്കി കരഞ്ഞു. ഇരമ്യാവ് എന്ന വാക്കിനത് കരയുന്ന പ്രവാചകനെന്ന. അപ്പോൾ യേശു ഈ കരയുന്നത് കണ്ടപ്പോൾ ഇരമ്യാവാണെന്ന് അവർ പറഞ്ഞു. പിന്നെ മറ്റുള്ളവർ പറഞ്ഞു അത് പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ യേശു തിരിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആര് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ശീമോൻ പത്രോസ് പറഞ്ഞത് ഇതാണ്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് യഥാർത്ഥമായി പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു. ശീമോനാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു.
ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞത്, ബർയോന ശീമോനെ, ഇത് ജഡരക്തങ്ങളല്ല ഇത് നിന്നെ വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ ഇത് നിന്നെ വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരിൽ ഒന്നാമനാണ്. അപ്പോൾ തന്നെ താന് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് പ്രാപിച്ചവനാണ്. ആമേൻ. അപ്പോസ്തലന്മാരിൽ ഒന്നാമനും യേശുക്രിസ്തുവിനെക്കുള്ള യഥാർത്ഥമായ വെളിപ്പാട് പ്രാപിച്ചവരുമായ ഈ പത്രോസ് യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. യേശു കർത്താവ് തൻ്റെ യാത്രയിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിയാണ് താൻ ശുശ്രൂഷകൾക്കെല്ലാം കടന്നു പോകുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയിലെ ഒരു പങ്കാളിയായിരുന്നു പത്രോസ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, പത്രോസ്, ശീമോനെ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസിൻ്റെ മേൽ പണിയുമെന്നല്ല പറഞ്ഞത്. ഇന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. അങ്ങനെ തിരുവെഴുത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. അതിന് മൂലഭാഷയിൽ പെട്രോസ് എന്നാണ്. പെട്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കഷണമെന്നാണ്. ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ യേശുവാകുന്ന പാറമേൽ. 1 യോഹന്നാൻ 10:4 വായിക്കും, അല്ല 1 കൊരിന്ത്യർ 10:4 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവാകുന്നു. അപ്പോൾ പാറയാര? ക്രിസ്തുവാണ്. ആമേൻ. പത്രോസാര? പാറ കഷണമാണ്. പാറയായ ക്രിസ്തുവിൽ കഷണമായിരിക്കുന്ന പത്രോസിനെ കൊണ്ട്, അപ്പോസ്തലന്മാരെ കൊണ്ട് കർത്താവ് തൻ്റെ സഭയെ പണിഞ്ഞു. ആമേൻ. അതാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാലും തൻ്റെ വീഴ്ചയുടെ ചില 10 കാര്യങ്ങളെ ഓർപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തത്, തൻ്റെ ശക്തിയാൽ പത്രോസ് പ്രശംസിച്ചു. നോക്കണം, തൻ്റെ ശക്തിയാൽ പത്രോസ് പ്രശംസിക്കുകയായിരുന്നു. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, 22:24, അവിടെ ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനെന്ന് എണ്ണേണ്ടതിന് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകരിക്കയാൽ എന്ന് പറഞ്ഞു. നോക്കണം, ഇവിടെ തൻ്റെ ശക്തിയാൽ താൻ പ്രശംസിക്കുക. കർത്താവ് ആരെയാണ് വലിയവനാക്കുന്നത്? ഒന്നാമനാണല്ലോ പത്രോസ്. അപ്പോൾ പത്രോസിനെ ആയിരിക്കും അങ്ങനെ താനെ പ്രശംസിക്കുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൽപ്പിച്ചുവെങ്കിലും അത് ചെയ്യാതെ ഉറങ്ങിയവനായിരുന്നു ഈ പത്രോസ്. 22:45-ഉം 46-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്താൽ ഇരിക്കുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. നോക്കണം, പ്രാർത്ഥിക്കുവാനായിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ കിടന്ന് ഉറങ്ങിയതായിട്ടാണ് നാം വായിക്കുന്നത്. സ്തോത്രം. അപ്പം യേശുവിൻ്റെ വാക്ക് അവർ കേൾക്കാതെ
അവർ ഉറക്കത്തിന് അവർ സമയം കൊടുത്തു. 45 46 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിനെന്ന് അവരെ ഉണർത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നു. മൂന്നാമത്തെ കാര്യം, തൻ്റെ കർത്താവിനെ രക്ഷകനായി അവൻ അയോഗ്യമായ നിലയിൽ പ്രവർത്തിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: കർത്താവിനെ തൻ്റെ രക്ഷകനായി അവൻ അയോഗ്യമായത് പ്രവർത്തിച്ചതായിട്ട് നാം വായിക്കുന്നത്. 18-ാം അധ്യായത്തിൻ്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ. ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത് കാത് അറുത്ത് കളഞ്ഞു. ആ ദാസന് മർക്കോസ് എന്ന പേർ. നോക്കണം, അതിൻ്റെ 11-ാം വാക്യം കൂടെ. യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. നോക്കണം, കർത്താവിനെ രക്ഷകനായി അവൻ അയോഗ്യമായ നിലയിലാണ് താൻ പ്രവർത്തിച്ചത്. നാലാമത്തെ കാര്യം, അവൻ കർത്താവിനെ വിട്ട് ഓടിപ്പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 56-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 26-ന്റെ 56: എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. നോക്കണം, പത്രോസ് യേശുവിനെ പിടിക്കുന്ന സമയം അവരെ വിട്ട് ഓടിപ്പോയെന്നാണ് വായിക്കുന്നത്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, 22-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യം, 22-ന്റെ 54-ാം വാക്യം, അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവർ അവനെ പിടിച്ച് പുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു എന്നാണ് വായിക്കുന്നത്. കണ്ടോ, കർത്താവിനെ പിടിക്കുമ്പോൾ പത്രോസ് അകലം വിട്ട് പോയതായിട്ട് നാം വായിക്കുന്നത്. ഇത് മാത്രമല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 55-ാം വാക്യം വായിക്കുമ്പോൾ, അവർ നടുമുറ്റത്തിൻ്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു എന്ന് വായിക്കുന്നുണ്ട്. പരിഹാസികളോട് കൂടെ തീ കാഞ്ഞ ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. ഇനി 26-ന്റെ 69 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്തിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന്, നിങ്ങൾ പറയുന്നത് ശരി, ഞാനാകുന്നു എന്ന് പറഞ്ഞു. നോക്കണം, അവിടെ നാം വായിക്കുന്നത് അവർ ഭയപ്പെട്ടെന്നാണ് വായിക്കുന്നത്. 26-ന്റെ 69 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവർ ഭയപ്പെട്ടെന്ന് വായിക്കുന്നു. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 72 മുതൽ 74 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ, യേശുവിനെ അറിയത്തില്ല, ഞാൻ അവനെ അറിയുന്നില്ല. നോക്കണം, അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അവനെ അറിയുന്നില്ല. നോക്കണം, ഈ ശീമോൻ പത്രോസ് കർത്താവിൻ്റെ കൂടെ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിച്ചവനാണ്. നോക്കണം, ശത്രുക്കളുടെ മുൻപാകെ യേശുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാൻ തുടങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അവൻ യേശുവിനെ അറിയില്ല
എന്നുള്ള നുണയാണ് അവൻ പറഞ്ഞത്. നോക്കണം, അവർ തീ കത്തിച്ച് കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ചോദിച്ചു, ഇവനും അവരുടെ കൂടെ ഉള്ളവനല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അടുത്തത് സ്തോത്രം 9, യേശുവിനെ 3 വട്ടം അവൻ തള്ളിപ്പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, താൻ മരിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, കൂടി രാത്രിയിൽ കൂകുമ്പോൾ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. അതെ, 3 പ്രാവശ്യം ശീമോൻ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, അവസാനമായിട്ട് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്നാണ് വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 71-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 71-ാമത്തെ വാക്യം, ഞാൻ അറിയുന്നില്ല, നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി 2ാമതും കൂകി. കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു തന്നോട് പറഞ്ഞ വാക്കോർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു. നോക്കണം, പത്രോസിൻ്റെ ജീവിതത്തിൽ യേശു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നാമനായിട്ട് തിരഞ്ഞെടുത്ത പത്രോസിനെയാണ്. മാത്രമല്ല, തൻ്റെ ശുശ്രൂഷയിൽ, ഏത് ശുശ്രൂഷയിലും ഈ പത്രോസ് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല, യേശുവിനെക്കുറിച്ചുള്ള നല്ല വെളിപ്പാട് പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ ശീമോൻ പത്രോസ്. ഇങ്ങനെല്ലാം ഉണ്ടായിരുന്നിട്ടും തൻ്റെ വീഴ്ചയുടെ 10 പടികളാണ് നമ്മളിവിടെ കണ്ടത്. ഈ തിരുവചനത്തിലൂടെ നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങൾ, ദീർഘനാളുകളായി നാം വിശ്വാസത്തിലാണ്, നമ്മൾ കർത്താവിൻ്റെ പൈതങ്ങളാണ്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരെ മുൻപാകെ യേശുവിനെ നിന്ദിക്കുകയും യേശുവിനെ തള്ളിപ്പറയുകയും ഞാനവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് യേശുവിനെ നിന്ദിക്കുന്നവരായി ഒരു നാളും തീരരുത്. ആമേൻ, സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ കർത്താവ് അധികാരം നൽകിയിരിക്കുകയാണ്. അതെ, ആ അധികാരമുള്ള ഞാനും നിങ്ങളും യേശുവിൻ്റെ മക്കളാണ്, ഞാൻ ദൈവ പൈതലാണ് എന്ന് നമുക്ക് സധൈര്യം പറയണം. യാതൊരു ഭയം കൂടാതെ മറ്റുള്ളവരുടെ മുൻപാകെ ഞാൻ യേശുവിൻ്റെ മകനാണ്, യേശുവിൻ്റെ മകളാണ് എന്ന് ഉറക്കെ പറയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇന്ന് ഈ തിരുവെഴുത്ത് പത്രോസിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായ ഈ വീഴ്ചയുടെ അവസ്ഥകളെ ഞാനിന്നുകളും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില സാഹചര്യങ്ങൾ കടന്നു വരും. അതെ, നമ്മുടെ ജീവിതത്തിലും തകർച്ചകൾ കടന്നു വരും. യേശുവിനെ നമുക്കൊന്ന് മുറുകെ പിടിക്കാം. അവൻ എന്നെ കൊന്നാലും, യോബ് പറയുന്നത് പോലെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നെ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസിനെ പോലെ നമുക്കും പറയാൻ ഇടയാകട്ടെ. സാഹചര്യങ്ങൾ നമുക്ക് പക്ഷേ അനുകൂലമല്ലാതെ വരാം. ആ സമയത്ത് നാം കർത്താവിനെ മുറുകെ പിടിക്കണമേ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എലോഹിം ലൈവ് മീഡിയയിലൂടെ ഈ കേൾക്കപ്പെടുന്ന വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ നല്ല ആശയങ്ങൾ ദയവായിട്ട് ഞങ്ങളെ വിളിച്ചറിയിക്കണം. ആമേൻ, സ്തോത്രം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ആമേൻ, സ്തോത്രം, നിങ്ങൾ ഈ എലോഹിം ലൈവ് മീഡിയയെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.